ക്രിസിൻ്റെയും ദിവ്യയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകർ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആരാണ് ശരിക്കും ക്രിസിൻ്റെ ബന്ധുവായ സൗഭാഗ്യയും താരാ കല്യാണും? പലരും പറയുന്നു ക്രിസിൻ്റെ അമ്മാവൻ്റെ മകളാണ് താരാ കല്യാണെന്ന്, മുറപ്പെണ്ണാണെന്നുമൊക്കെ പറയുന്നുണ്ട്. രാജാറാം, അതായത് സൗഭാഗ്യയുടെ അച്ഛൻ, താരാ കല്യാണിൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധവും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്നാണ് ഇപ്പോൾ ക്രിസ് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. എൻ്റെ അച്ഛന് 3 മക്കളാണെന്ന് പോലും പറഞ്ഞു പരത്തിയവരുണ്ട്. എൻ്റെ അച്ഛന് രാജാറാം മകനെ പോലെയാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. രാജാറാം എൻ്റെ അനിയനല്ല, അമ്മാവനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു എന്ന രീതിയിൽ പറഞ്ഞുവെങ്കിലും എൻ്റെ അമ്മാവൻ്റെ സ്ഥാനമാണ് രാജാറാമിനുള്ളത്. പക്ഷെ പലരും പറയുന്നത് പല രീതിയിലാണ്. രാജാറാം എൻ്റെ സഹോദരനാണ് എന്ന് പോലും പറയുന്നുണ്ട്. താരാ കല്യാൺ എൻ്റെ അമ്മയുടെ അനിയൻ്റെ ഭാര്യയാണ്. അവർ എൻ്റെ ഡാൻസ് ടീച്ചറുമാണ്. അതുകൊണ്ട് തന്നെ അത്രയുമേറെ സൗഹൃദമുണ്ട്. എൻ്റെ മകനായിട്ടാണ് താരാ കല്യാൺ എപ്പോഴും കാണുന്നത്. താരാ കല്യാൺ കാണുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും വൈറലാകാറുണ്ട്. താരാ കല്യാണിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ നൃത്തം പഠിച്ചത്. അതുകൊണ്ട് തന്നെ അന്നു മുതലേ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്, നല്ല സൗഹൃദമാണ്. പ്രത്യേകിച്ച് ഇത്രയും നാൾ കളിച്ചു വളർന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മാവനായ സുഹൃത്തിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അത്രയും അടുപ്പമാണ് ഞങ്ങൾക്ക് ആ കുടുംബവുമായി. ഒത്തിരി ബുദ്ധിമതിയാണ് ഭാര്യ എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് സോപ്പിടുന്നതിൻ്റെ ഭാഗമായി വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഞാൻ അങ്ങനെയല്ല. വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ നടക്കുന്നത്. താരയുടെ മകൾ സൗഭാഗ്യ ക്രിസിൻ്റെ വിവാഹ റിസപ്ഷൻ കുടുംബസമേതം പങ്കെടുത്തു. ഇതോടെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം വൈറലായി മാറിയതായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നാണ് പ്രേക്ഷകർക്ക് കൂടുതലും അറിയേണ്ടത്. എന്നാൽ അന്ന് ഇതിനുള്ള മറുപടി ആരും നൽകിയിരുന്നില്ല. പലതരത്തിലെ വാർത്തകളായിരുന്നു അന്ന് പുറത്തു വന്നത്. പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വന്നതെന്ന് വേണം പറയാൻ. പ്രേക്ഷകരുടെ ഇടയിൽ ഇവരുടെ വാർത്ത വൈറലായതിനു ശേഷമാണ് ശരിക്കും ആരാണ് സൗഭാഗ്യം, താരാ കല്യാണം, ക്രിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞത്. രാജാറാമിനെയും സൗഭാഗ്യം തന്നെ വളരെ ചെറുതിലെ ഇദ്ദേഹത്തിന് അറിയാം. തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്ത് തന്നെ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടം വളരെയധികം അടുപ്പമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായുമുണ്ട്. അതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇവരുടെ വാർത്തകൾ. അതുകൊണ്ട് തന്നെയാണ് സൗഭാഗ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞെത്തുന്നത്. പലതരത്തിലുള്ള ബന്ധങ്ങളായിരുന്നു അന്നു മുതൽ പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണ് രാജാറാം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. എൻ്റെ അച്ഛൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു രാജാറാം. പക്ഷെ പറയുന്ന കഥകൾ വെച്ച് നോക്കുമ്പോൾ മറ്റു രീതിയിലാണ് അത് ചെന്നെത്തുന്നത്. അത് അത്ര ശരിയായ കാര്യമല്ല. മരിച്ച് മണ്ണടിഞ്ഞവരെ പോലും ഇത്തരത്തിൽ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഇതൊക്കെ പോട്ടെ എന്നാണ് സൗഭാഗ്യം, താരാ കല്യാണം പറയുന്നത്. അവർ ദിവസേന അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയുന്നത് ഇതിനപ്പുറം നെഗറ്റിവിറ്റിയാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് പോട്ടെ എന്ന് വെച്ച് കഴിയാൻ ആകില്ല എന്ന് ക്രിസ് പറയുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അങ്ങനത്തെ സൗഭാഗ്യയുടെയും താരാ കല്യാണിന്റെയും വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് ഇതിപ്പോൾ ആശ്വാസമായി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നല്ല സംശയമുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. മറ്റ് വൃത്തികെട്ട രീതിയിലൊന്നും തന്നെ ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഞങ്ങൾ ആരാധകർക്ക് സത്യങ്ങളൊക്കെ കുറേയധികം അറിയാം. ഞങ്ങൾ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് സൗഭാഗ്യയുടെ ആരാധകരൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ എത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ് എന്നും ബന്ധുക്കളാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.